എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 24 ശ്ലോകം 19, 20, 21, 22, 23, 24, 25 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയണത് കേട്ടപ്പോ ദൈവത്തെ ആരാധിച്ച ദൈവം പ്രസാദിച്ച് ഫലം തരും എന്നുള്ള അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതൊക്കെ ആലോചിച്ച് പ്രവർത്തിക്കണം. വിചാരപൂർവ്വം അല്ലാതെ ദൈവത്തെ ആരാധിക്കണത് കൊണ്ട് ഫലസിദ്ധി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ഇതേവരെ കർമ്മവാദം ചെയ്തു ഭഗവാൻ. ഇനിയിപ്പോ ഹേതു വാദം ചെയ്യാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. ആജീവ്യൈകതരം ഭാവം യസ്തു അന്യമുപജീവതി ന തസ്മാത് വിന്ദതേ ക്ഷേമം ജാരം നാര്യസതി യഥാ. ഒരു ഈശ്വരനെ ആദ്യം തന്നെ നന്നായിട്ട് അങ്ങോട്ട് സേവിക്കുക. അങ്ങനെ ആ ദേവനിൽ സംതൃപ്തി ജനിക്കാതെ ഇത് വേണ്ട, ഇത് വിചാരിച്ച ഫലമൊന്നും കിട്ടണില്ല എന്ന് വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ വേറൊരു ദേവനെ ആരാധിക്കുകയും ചെയ്താൽ ഈ രണ്ടാമത് സേവിക്കുന്ന ദേവൻ ആദ്യം സേവിച്ച ദേവനെ ഉപേക്ഷിച്ച ഇവൻ എന്നെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് സേവിക്കില്ല എന്ന വിശ്വാസത്താൽ അവന് ക്ഷേമം നൽകില്ല. അതാണ് ഏതുപോലെ എന്നാൽ അതിന് ഉദാഹരണം പറയണു. ഇതൊക്കെ ഭഗവാൻ ഈ കുഞ്ഞു ഉണ്ണികൃഷ്ണൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഭർതൃമതിയായ ഒരു സ്ത്രീ ഭർത്താവിന്റെ പേരിൽ വിശ്വാസവും ഭക്തിയും ദൃഢമായിട്ട് വെക്കാതെ അന്യപുരുഷനെ അനുസരിക്കുമ്പോൾ ആ ചാരൻ വിചാരിക്കും, ഇവന് തന്റെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് എന്റെ കൂടെ വന്നിരിക്കുക, അപ്പൊ കുറച്ചു കഴിഞ്ഞ് ഇവളെ എന്നെയും വഞ്ചിക്കും എന്ന് വിചാരിച്ചിട്ട് യഥാർത്ഥമായിട്ട് അവളെ സ്നേഹിക്കില്ല, അവൾക്ക് ക്ഷേമം നൽകുക ഒന്നും ചെയ്യില്ല. അയാള് അഭിനയിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോ ഒരു സ്ഥലത്ത് വെളിപ്പെടുത്തിയ അവിശ്വാസം മറ്റൊരു ദിക്കിലും ഉണ്ടാകുമെന്ന് ഊഹിക്കാൻ കഴിയാത്ത പുരുഷൻ ബുദ്ധിമാനായിരിക്കാൻ സംഗതിയില്ല. അതുപോലെയാണ് ഒരു ദേവനിൽ പൂർണ്ണ വിശ്വാസമില്ലാത്ത ഒരുവനെ കുറിച്ച് മറ്റേ ഇതര ദേവനും പ്രസാദിക്കില്ല എന്നുള്ളത് ഉറപ്പല്ലേ പറയാണ് ഭഗവാൻ. വർത്തേത ബ്രഹ്മണാ വിപ്രോ രാജന്യോ രക്ഷയാ ഭുവ വൈശ്യസ്തു വാർത്തയാ ജീവേത് ശൂദ്രസ്തു ദ്വിജസേവയാ. ഇനി എങ്ങനെയാണ് പൂജിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. സാധാരണ രീതിയിൽ എല്ലാ വർണ്ണങ്ങളുടെയും ധർമ്മം വിവരിച്ചു കൊടുക്കണം. ബ്രാഹ്മണര് വേദം പഠിക്കുക, യാഗം ചെയ്യിക്കുക എന്നീ കർമ്മങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ക്ഷത്രിയന്റെ ധർമ്മം രാജ്യപരിപാലനം, ശത്രു സംഹാരം മുതലായത്. പിന്നെ വൈശ്യന്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ കൃഷി, കച്ചവടം മുതലായത് വ്യാപാരങ്ങൾ ചെയ്യണം. പിന്നെ ശൂദ്രൻ ബ്രാഹ്മണ സേവയെയും ഉപജീവന മാർഗമായിട്ട് സ്വീകരിക്കേണ്ടത്. അത് അവരവരുടെ മുറയാണ്, അവരുടെ ധർമ്മം അതാണ്. ഇങ്ങനെ 4 പേരും ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഭഗവാൻ. കൃഷി വാണിജ്യ ഗോരക്ഷ കുസീതം തുര്യമുച്യത്തെ വാർത്താ ചതുർവിധാ തത്ര വയം ഗോവൃത്തയോ നിശം. വൈശ്യന്മാരുടെ ഉപജീവന മാർഗം തന്നെ 4 വിധമുണ്ടെന്ന് പറയുന്നു ഭഗവാൻ. കൃഷി, കച്ചവടം, പശുപരിപാലനം എന്ന 3 വിധം. പിന്നെ പണം കടം കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് ജീവിക്കുക. ഇതൊക്കെ വൈശ്യന്മാര് ചെയ്യുന്നതാണ്. ഈ കുസീതം എന്ന് പറഞ്ഞാൽ ഈ ഹുണ്ടിക വ്യാപാരം, അത് 4മത്തേത്. എന്നിട്ട് പറയണു, നമ്മള് എല്ലായ്പ്പോഴും പശുപാലനം കൊണ്ടല്ലേ ജീവിക്കണേ, ഗോരക്ഷയല്ലേ നമ്മുടെ ഉപജീവന മാർഗം അല്ലേ അച്ഛ എന്ന് പറഞ്ഞു. പിന്നെയും ഭഗവാൻ പറയണു, സത്വം രജസ്തമ ഇതി സ്ഥിത്യുൽപത്യന്തഹേതവ രജസോൽപദ്യതേ വിശ്വം അന്യോന്യം വിവിധം ജഗത്. നമ്മുടെ ഉപജീവന മാർഗം പശുപരിപാലനം. പശുക്കൾക്ക് വേണ്ടുന്ന വെള്ളം, പുല്ല് മുതലായവ ഇന്ദ്രനാണ് തരണത്. അതുകൊണ്ട് ഇന്ദ്രനെ പൂജിക്കണം എന്ന് ആ ഗോപന്മാരൊക്കെ അവരെങ്കിലും പറഞ്ഞെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ പറയാ, ആ ശങ്ക പരിഹരിക്കുകയാണ്. അത് പരിഹരിച്ചുകൊണ്ടാണ് അവരോട് പറയണത്.
ലോകം നിലനിൽക്കുന്നതും ഉണ്ടാകുന്നതും നശിക്കുന്നതും സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങൾ നിമിത്താണ്. ഈ 3 ഗുണങ്ങളെ കൂടാതെ ലോക ഉൽപ്പത്തിയാദികൾക്ക് ഒരു നാഥൻ മറ്റാരുമില്ല. അതാണ് ഇതിന് ഒരു ദേവനൊന്നുമില്ല ഇത് ചെയ്യണത് എന്നാണ് പറയുന്നത്. പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഇങ്ങനെ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് അത് ലോക സ്വഭാവമാണ്. എന്നാൽ ഈ 3 ഗുണങ്ങളിൽ വെച്ച് ലോകത്തെ ഉത്ഭവിപ്പിക്കുന്ന ഗുണം രജോ ഗുണമാണ്. എങ്ങനെയെന്നാൽ രജോ ഗുണം കാരണമാണ് സ്ത്രീ പുരുഷന്മാർക്ക് തമ്മില് ചേർച്ചയുണ്ടാകുന്നത്. അപ്പോ ഓരോ ജാതി ജീവജാലം ഉത്ഭവിക്കും. ഇങ്ങനെ ബഹുവിധമായി കാണപ്പെടുന്ന ലോകം മുഴുവനും സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്നുണ്ടാകുന്നു. ഈ സംയോഗത്തിന് കാരണം രജോ ഗുണ പ്രേരണയാണ്. രജസാ ചോദിതാ മേഘ വർഷന്ത്യംബൂനി സർവദാ പ്രജാസ്തൈരേവ സിദ്ധ്യന്തി മഹേന്ദ്ര കിം കരിഷ്യതി. രജോ ഗുണത്തിന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് മേഘങ്ങളും വർഷിക്കുന്നത്. സസ്യങ്ങളൊന്നും വളരാത്ത ഊഷരഭൂമികളിലും ജലസമൃദ്ധി ധാരാളമുള്ള സമുദ്രത്തിലും ജലാശയങ്ങളിലും ഒക്കെ വർഷിക്കുന്നുണ്ട് അല്ലെ, മഴ പെയ്യുന്നുണ്ട്. അന്ന് അവിടെ പെയ്യണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ. എല്ലാ സ്ഥലത്തും ഒരുപോലെയാ മഴ പെയ്യണത്. വിവേകമുള്ള ഒരു ദേവനാണ് വർഷാധിപതി എങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ എന്തിനാ ഇപ്പൊ വർഷിക്കണേ? അത് ആലോചിക്കുമ്പോൾ ഇന്ദ്രന് വർഷാധിപത്യമൊന്നുമില്ല. മേഘങ്ങള് അങ്ങനെ സ്വതേ വർഷിക്കണു എന്ന് മാത്രം. അങ്ങനെ മഴ പെയ്യുമ്പോ ജനങ്ങള് ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്ത് സമ്പാദിച്ച് ജീവിക്കണം. അതുകൊണ്ട് ഇന്ദ്രന്റെ ബുദ്ധിപൂർവകമായ ആജ്ഞാശക്തി കൊണ്ടാണ് മഴ പെയ്യിക്കണത് എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രനെ ആര് ആരാധിക്കുന്നതോ അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ലേ വർഷം ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. വേണ്ട ദിക്കിലും വേണ്ടാത്ത ദിക്കിലും ഒക്കെ ഒരുപോലെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രന് യാതൊരു ബന്ധമില്ല. ഇതൊക്കെ യുക്തിപൂർവമായിട്ട് പറഞ്ഞപ്പോ ശരിയാന്നൊക്കെ നന്ദഗോപർക്കും ഗോപന്മാർക്കും ഒക്കെ ഇങ്ങനെ കേട്ടപ്പോ ശരിയാന്ന് തോന്നുന്നുണ്ട്. പിന്നെയും പറയണു, നാ പുരോ ജനപദ ന ഗ്രാമ ന ഗൃഹാവയം നിത്യം വനൗകസസ്താത വനശൈല നിവാസിന. ഇനിയിപ്പോ ഇന്ദ്രനല്ല അപ്പൊ ഇത് മഴ പെയ്യിക്കണെന്ന് വെച്ചാല് നമുക്കൊരു ഈശ്വരൻ വേണ്ടേ? അത് ഇന്ദ്രന് ചെയ്തേക്കാം യാഗം എന്നാണ് പറയണം പോണതെന്ന് വെച്ചാൽ അതിനും സമാധാനം പറയാ ഭഗവാൻ. വൃദ്ധന്മാരായ നിങ്ങളോട് ബാലനായ ഞാൻ അധികമൊന്നും പറയണ്ട, നിങ്ങൾക്ക് എല്ലാം അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയണു. ഹേ പിതാവേ, നമ്മളുടെ യോഗക്ഷേമത്തിന് യാതൊരു ദേവതയും ആവശ്യമില്ല. അതാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ നമ്മൾക്ക് എന്താ ഉള്ളത്, എന്താണ് വേണ്ടത്? പട്ടണങ്ങളെ, ദേശങ്ങളെ, ഗ്രാമങ്ങളെ ഇതൊന്നും നമുക്കില്ലല്ലോ. എന്ന് തന്നെയല്ല നല്ല യോഗ്യതയുള്ള ഭവനങ്ങൾ കൂടി നമുക്കില്ല. നമ്മളിതാ ചെറിയ വീട്ടില് വളരെ സുഖമായിട്ട് നമ്മൾ കഴിഞ്ഞുകൂടുന്നു അല്ലെ. കാടാണ് നമ്മളുടെ വാസസ്ഥാനം. മലകളിലും കാടുകളിലും എന്നും താമസിച്ച് കാലം കഴിക്കുന്ന നമുക്ക് എന്ത് യോഗക്ഷേമമാണ് ഇപ്പൊ ഈ ഇന്ദ്രൻ തരാൻ പോണത്? അതുകൊണ്ട് എന്തിനാ ഇന്ദ്രനെ പൂജിക്കണേ? യാതൊരു ആവശ്യമില്ല. നമുക്ക് ഇത്രയൊക്കെ മതി എന്ന് പറയാം. തസ്മാൽ ഗവാം ബ്രാഹ്മണാനാം ആദ്രേശ്ചാരഭ്യതാം മഖ യ ഇന്ദ്രയാഗ സംഭാരാഃ തൈരയം സാധ്യതാം മഖ. തസ്മാൽ, അതുകൊണ്ട് ഇന്ദ്രനെ കൊണ്ട് നമുക്ക് യാതൊരു ആവശ്യമില്ല, ഉപകാരമില്ല. അതുകൊണ്ട് ഇന്ദ്രനായിട്ട് നിശ്ചയിച്ച യാഗം അനാവശ്യമാണ്. ആരെ കൊണ്ട് ഉപജീവിക്കുന്നുവോ അവർ അവനെ പൂജിക്കണമെന്നുള്ള പൂർവ്വനിശ്ചയപ്രകാരം നമ്മളുടെ ഉപജീവന സാധനങ്ങളായ പശുക്കളുടെയും പ്രത്യക്ഷ ദേവന്മാരായ ബ്രാഹ്മണരുടെയും പശുക്കൾക്ക് പുല്ലു മുതലായി നൽകുന്ന ഗോവർദ്ധന പർവ്വതത്തിന്റെയും സംതൃപ്തി വരുത്താനാണ് നമ്മൾ യാഗം ചെയ്യേണ്ടത്. ഈ 3 പേർക്കാണ് നമ്മൾ യാഗം ചെയ്യേണ്ടത്. അവരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. പശുക്കളെ ഉദ്ദേശിച്ചിട്ട് യാഗമൊന്നും ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏത് വിധമാണ് ആ യാഗം നടത്തേണ്ടതെന്ന്. നിങ്ങൾ ആലോചിക്കണ്ട. ഇന്ദ്രയാഗത്തിന് ശേഖരിച്ച സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ യാഗവും നടത്തേണ്ടത്. ഭഗവാൻ പറയേണ്ടത് കേട്ടപ്പോ അവർക്ക് ശരിയാണ്. ഭഗവാന്റെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെ വേദല്ലേ. അങ്ങനെ അപൂർവമായ ഈ യാഗം നിർവഹിക്കാനുള്ള അപൂർവ വിധിയും ഭഗവാൻ തന്നെ അങ്ങോട്ട് നിശ്ചയിക്കുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.